Happy birthday to you. Happy birthday to you. Happy ചേച്ചി അവിടെ പൊട്ടിക്കറിയോ സ്വന്തമായിട്ട് പൊട്ടിച്ചോടണം ഇത് മുറിച്ചു കൊടുത്താൽ മുറിക്കാൻ ഒന്നുകൂടെ വരും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ നിങ്ങളിതിൽ കാണുന്ന പോലെ 29th എൻ്റെ ബർത്ത്ഡേ വരുന്നത്. പക്ഷേ 27th എൻ്റെ അനിയത്തിയും അനിയത്തിയുടെ ഫ്രണ്ട്സും കൂടെ ഒരു കുട്ടി സർപ്രൈസ് തന്നായിരുന്നു എനിക്ക്. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കണേ. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും എക്സ്പെക്റ്റഡ് അല്ല. ഞാൻ ജോലി കഴിഞ്ഞ് നോർമലി പി ജിയിലേക്ക് വരുന്ന പോലെ തിരിച്ച് വരുവാണ്. ഐ ഡിഡൻറ്റ് എക്സ്പെക്റ്റഡ് ഇവരിങ്ങനെ റൂമിൽ ഡെക്കറേറ്റൊക്കെ ചെയ്ത് പോപ്പേഴ്സൊക്കെ വെച്ച് കേക്കൊക്കെ വാങ്ങിച്ച്. ഓൾസോ അനിയത്തിൻ്റെ ഫ്രണ്ട്സ് ഒന്നും വരുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തതല്ല. പക്ഷേ അവരെല്ലാവരും വന്നു. സോ എനിക്കൊരു ചെറുതല്ല, എനിക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിപ്പോയി ഞാൻ. അത് വേറെ കാര്യം. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവളെനിക്ക് കുറേ ഗിഫ്റ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മിനിസോയിലത്തെ ഗിഫ്റ്റൊക്കെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് എന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളത് ഓർത്ത് വെച്ചിട്ട് മിനിസോന്ന് കുറേ ക്യൂട്ട് ഗിഫ്റ്റ്, ഒരു ബോട്ടിൽ, ഒരു മഗ് ആൻഡ് ഓൾസോ അങ്ങനെ കുറേ ഗിഫ്റ്റ്, കുട്ടി ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലെനിക്ക് ഏറ്റവും സർപ്രൈസിങ് ആയി പോയത് അവളെനിക്കൊരു ഗോൾഡ് നോസ് പിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. കൊച്ച് പൈസയൊക്കെ സേവ് ചെയ്ത് വെച്ച് എനിക്കൊരു ഗോൾഡ് നോസ് പിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല അത് വാങ്ങിക്കുമോ എന്നുള്ളത്. ഞാനത് കണ്ടപ്പോൾ ലിറ്ററലി സർപ്രൈസ്ഡായിപ്പോയി. ഒന്നും പറയാനില്ല. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി അതൊക്കെ വാങ്ങിച്ചപ്പോൾ. ആൻഡ് ഐ വാസ് സോ ഹാപ്പി. എന്ന് വെച്ചാൽ നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടുന്ന കാരണം 29th എൻ്റെ ബർത്ത്ഡേ വരുന്നത്. പക്ഷേ 27 ഇങ്ങനെ ഒരു സെലിബ്രേഷൻ വെക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. 29 എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 29 ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ വാസ് റിയലി ഹാപ്പി. അതുപോലെ തന്നെ കുറേ ഗുഡ് പീപ്പിൾ, അനിയത്തിൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എൻ്റെ ഹൗസ് മേറ്റ്സ് ആയിക്കോട്ടെ, എല്ലാവരും ഭയങ്കര രസമായിരുന്നു. താങ്ക് യു. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്തുള്ളൊരു കഫേയിൽ പോയിട്ടുണ്ടായിരുന്നേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും എല്ലാവരും വന്നതല്ലേ, നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് ഒരു ബർത്ത്ഡേ ട്രീറ്റ് കൊടുക്കണമല്ലോ. സോ അത്ര അടുത്തല്ല, എന്നാലും കുറച്ച് അടുത്തുള്ളൊരു കഫേ നോക്കിയിട്ട് കുറച്ച് എസ്തെറ്റിക് കഫേ നോക്കിയിട്ട് നമ്മൾ കണ്ടുപിടിച്ച് അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. സേവർ സ്ട്രീറ്റ് കഫേ എന്നാണ് തോന്നുന്നു കഫേയുടെ പേര്. ബ്യൂട്ടിഫുൾ കഫേ ആയിരുന്നു. ഭയങ്കര ഒരു എസ്തെറ്റിക് ഫീലായിരുന്നു. ആൻഡ് ഓൾസോ താഴെയുള്ള സെറ്റപ്പാണ് നേരത്തെ കാണിച്ചത്. ഇത് മുകളിലാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ഫുഡിനെ പറ്റി പറയുമായിരുന്നെങ്കിൽ ദ ഫുഡ് വാസ് റിയലി ഗുഡ്. നല്ല അടിപൊളി ഫുഡായിരുന്നേ. ഞങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഓർഡർ ചെയ്ത ഓരോ ഡിഷും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഭയങ്കര ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഫുഡായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. എനിക്കിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കൊരു റിഗ്രറ്റ് വരും. പക്ഷേ ഈ ഫുഡ് ഓർഡർ ചെയ്ത എല്ലാ ഐറ്റം, ഓരോ ഐറ്റം പോലും ഫ്ലോപ്പ് അല്ലായിരുന്നു. എല്ലാ ഐറ്റവും നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഞാൻ ഈ കഫേ സജസ്റ്റ് ചെയ്യുവാണേ. ട്രിവാൻഡ്രം ഉള്ളവരാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കണേ. ആൻഡ് താങ്ക് യു കുട്ടീസ് ഫോർ മേക്കിംഗ് മൈ ഡേ സോ സ്പെഷ്യൽ. ഇത് നെക്സ്റ്റ് ഡേ 28 October 2025. ഇത്രയും ദിവസം എനിക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് തരാൻ അവൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സോ ഞാൻ എന്തായാലും ഓർത്തു അവൾ പ്രതീക്ഷിക്കാത്ത ഒരു ഗ്രാൻഡ് സർപ്രൈസ് തന്നെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അവൾക്ക് വേണ്ടി ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ട്രിവാൻഡ്രം ലുലുവിൽ വന്നിരിക്കുകയാണ്. എനിക്ക് മിനിസോന്ന് കുറേ കുട്ടി ഗിഫ്റ്റ് തന്നതുകൊണ്ട് തന്നെ ഞാനും വിചാരിച്ചു മിനിസോന്ന് എന്തെങ്കിലും ഒരു ഐറ്റം അവൾക്ക് എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് മിനിസോയിൽ വന്നത്. കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു മിനിസോ. നിങ്ങൾ ആരെങ്കിലും പോയി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയി നോക്കുക. അതുപോലെ തന്നെ ഡെയ്സോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പും കൂടെ ഇപ്പോൾ പുതുതായിട്ട് ലുലുവിൽ വന്നിട്ടുണ്ട്.
പക്ഷെ കൂടുതലും എനിക്ക് മിനിസോ ആണ് കുറച്ചുകൂടെ ഇഷ്ടം എന്നുള്ളതുകൊണ്ട് തന്നെ മിനിസോയിൽ വന്നിട്ട് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്തു. അവിടെ എല്ലാം ഭയങ്കര ഒരു ഏസ്തറ്റിക് ഐറ്റംസ് ആണുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് കുപ്പി വേണോ, മഗ് വേണോ, ബോട്ടിൽ വേണോ, ബാഗ് വേണോ, പൗച്ച് വേണോ, പേഴ്സ് വേണോ, എല്ലാ ഐറ്റവും ഉണ്ട്. എല്ലാ ഐറ്റത്തിനും ഒരു ഏസ്തറ്റിക് ടച്ച് ഉണ്ടെന്നുള്ളതാണ് ആ പ്രത്യേകത. ഭയങ്കര രസമാണ് അവിടെ ഫുൾ നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. ഭയങ്കര രസമാണ്. നമ്മൾ ആദ്യം തന്നെ ഫുൾ നടന്നൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കി. ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. എക്സ്പ്ലോർ ചെയ്ത് നോക്കി, മഗ്ഗും സാധനങ്ങളൊക്കെ നോക്കി. അപ്പോൾ മഗ്ഗൊക്കെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ സോ ഇല്ലാത്ത ഒരു ഐറ്റം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ മിനിസോൻ്റെ ഒരു ബിഗ് ഫാൻ തന്നെയാണ് കേട്ടോ. പക്ഷെ കുറച്ച് പ്രൈസിയാണ്, എന്നാലും നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് കിട്ടും. അവിടുത്തെ ഡോൾസും എല്ലാ ഡോൾസിനാണെങ്കിൽ ഭയങ്കര ഒരു ഫ്ലഫി സോഫ്റ്റ് ഫീലാണ്. നമുക്കിങ്ങനെ തൊട്ടോണ്ടിരിക്കാൻ തോന്നും. അത്ര അടിപൊളി പാവകളൊക്കെയാണ്. ഭയങ്കര സോഫ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ല നൈസായിരിക്കും. അതിപ്പോൾ കളിക്കാൻ കൊടുക്കുകയാണെങ്കിലും അത്രയും സോഫ്റ്റാണ്, നല്ല രസമാണ്. പിന്നെ ഞാൻ വിചാരിച്ചു അവൾക്കൊരു വാലറ്റ് കൊടുക്കാമെന്ന്. കുറേ നാളായിട്ട് ഒരു പേഴ്സ് വേണം, വാലറ്റ് വേണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഇതിലുള്ളതിൽ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി ഈ സാധനം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും ഒന്ന് വാങ്ങിച്ചേക്കാണ്. സോ അതെന്തായാലും എടുത്തിട്ടുണ്ട്. കുറച്ച് റേറ്റ് കൂടുതലാണ്. നമ്മൾ നോർമലി പർച്ചേസ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് പ്രൈസ് കൂടുതലാണ്. പക്ഷേ എന്നാലും ഒരു ക്യൂട്ട് ഐറ്റം ആൻഡ് ഓൾസോ ഫ്രം മിനിസോ എന്ന് പറയുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ എന്തായാലും അത് മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാണ് ഞാൻ ഇന്നിട്ടുന്ന ഔട്ട്ഫിറ്റ്. ഞാനാണെങ്കിൽ ഭയങ്കര കോലം കെട്ടിയിരിക്കുകയാണ്. പിന്നെ ആക്ച്വലി എൻ്റെ കയ്യിൽ നൈക്കയുടെ ഒരു കവറുണ്ട്. ഞാൻ മിനിസോയിൽ കയറുന്നതിനേക്കാളും തൊട്ട് മുന്നായിട്ട് നൈക്കയിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് എടുക്കാൻ മറന്നുപോയി. എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ കയറി വരുന്ന എൻട്രൻസിൻ്റെ സൈഡിലാണ് നൈക്കയുടെ സ്റ്റോർ ഉള്ളത്. ലക്ഷറി സ്റ്റോറാണ് നൈക്കയുടെ. അപ്പോൾ ഞാൻ അവിടെ കയറിയിട്ട് അവൾക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ വീഡിയോ കവർ ചെയ്യാൻ വേണ്ടി മറന്നുപോയി. അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു പെർഫ്യൂം വാങ്ങിച്ചു അവൾക്ക് വേണ്ടി. പിന്നെ ഒരു കെ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2-3 ഐറ്റമാണ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് നമ്മൾ മിനിസോയിൽ വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാക്സിൽ കയറി RNBയിൽ കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് RNBയിൽ വന്ന് നോക്കി ഡ്രസ്സ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഡയമണ്ട് ഇയറിങ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ജോസ് ആലുക്കാസിലാണ് കയറി നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ജോസ് ആലുക്കാസിൽ കയറി നോക്കിയപ്പോൾ എൻ്റെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല ജോസ് ആലുക്കാസിൽ. ഭയങ്കര ഒന്നാമത് ഇപ്പോൾ അറിയാമല്ലോ ഗോൾഡിൻ്റെ റേറ്റൊക്കെ ഭയങ്കര കൂടി നിൽക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര റേറ്റിൽ അവിടെ ഒരു 30,000 മുതൽ സ്റ്റാർട്ടിങ് ഉള്ള ഇയറിങ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ അത്ര ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഒന്ന് നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് സ്വാ ഡയമണ്ട്സിലാണ്. സ്വാ ഡയമണ്ട്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവും. നമ്മുടെ ബഡ്ജറ്റ് എത്രയാണോ ആ ബഡ്ജറ്റിലുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അവിടെ നമ്മൾ വന്ന് നോക്കിയപ്പോൾ തന്നെ കുറേ കളക്ഷൻസൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നേ. അപ്പം ഞാൻ ഫസ്റ്റ് റിങ് നോക്കിയായിരുന്നു. പിന്നെ റിങ്ങിന് എനിക്ക് സൈസിൽ കുറച്ച് ഇഷ്യൂ വരും എന്നുള്ളതുകൊണ്ട് തന്നെ ആ റിങ് ഞാൻ എടുത്തില്ല. ഇപ്പം റിങ് എടുക്കുവാണെങ്കിൽ ഇനി ഞാൻ അവളെ വിളിച്ച് സൈസ് ചോദിക്കാനൊക്കെ നിൽക്കണം. അപ്പോൾ അവൾ അറിയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റിങ് എടുത്തില്ല. ഞാൻ അവിടെ എടുത്തത് ഒരു ഡയമണ്ട് ഇയറിങ്സ് ആണ്. അപ്പോൾ ഇയറിങ്സ് അവൾക്ക് ഡയമണ്ടിൻ്റെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു കുട്ടി ഇയറിങ്സ് മേടിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ അവൾക്ക് വേണ്ടി അവിടെ നിന്ന് ഒരു ഇയറിങ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. എൻ്റെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന തരത്തിലുള്ളൊരു ഇയറിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാമേ ആ ഇയറിങ് ഏതാണെന്ന്. ഞാൻ ഇവിടെ നിന്ന് ആ ക്ലിപ്പ് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡയമണ്ട് ഇയറിങ്സ് ഒക്കെ വാങ്ങിച്ച് ബാഗിലൊക്കെ ഒളിപ്പിച്ച് വെച്ച് ആ സമയം കൊണ്ട് തന്നെ അനിയത്തി എത്തിയിട്ടുണ്ടായിരുന്നേ. ബിക്കോസ് അവൾ കാണരുതല്ലോ, സർപ്രൈസ് അല്ലേ. അപ്പോൾ ഞാൻ ബാഗിലൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഡ്രസ്സ് വേണം. ബർത്ത്ഡേ ആയിട്ട് എനിക്ക് ഒരു ഗിഫ്റ്റും തന്നില്ല, എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ച് തന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ RNBയിൽ അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയായിരുന്നു. അപ്പോഴാണ് അവൾ വിളിച്ചത്, നീ എവിടെയുള്ളത്? അപ്പം ഞാൻ പറഞ്ഞു ലുലുവിലുണ്ടെന്ന്. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, എനിക്കൊരു ഡ്രസ്സ് വാങ്ങിച്ച് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാ വാ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വന്നിട്ട് ഡ്രസ്സ് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് കാണുന്നത്. നമ്മൾ വെസ്റ്റ് സൈഡിലാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. വെസ്റ്റ് സൈഡിൽ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. കുറച്ച് ട്രെൻഡി കളക്ഷൻസാണ് കൂടുതലെങ്കിലും രണ്ടും ഉണ്ട്. പക്ഷേ ട്രെൻഡിയാണ് ഇച്ചിരി കൂടെ അവിടുത്തെ ഭംഗി.
എന്തായാലും കുറച്ച് ഡ്രസ്സൊക്കെ പറക്കിയിട്ട് പോയിട്ട് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കി നോക്കി നടക്കുമായിരുന്നേ. ഇപ്പം നിങ്ങൾ കണ്ടത് ഈ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട് എൻ്റെ വീഡിയോസൊക്കെ ഡെയിലി കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സോ എൻ്റെ ഫാൻസോ ഒന്നുമല്ല ഗൈസ്. എൻ്റെ 2 ഫ്രണ്ട്സാണ് അവർ. എന്നെ നൈസായിട്ട് വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് വന്ന് ഊക്കിയിട്ട് പോയതാണ് കണ്ടത്. ലൈക്ക് വീഡിയോ ഇടുന്ന ആളല്ലേ, യൂട്യൂബർ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ജസ്റ്റ് ആക്കിയിട്ടാണ് പോയത്. പക്ഷേ ഇവരെന്നോട് ഈ ചോദിക്കുന്ന കണ്ട് അപ്പുറത്ത് 2-3 കുട്ടികളും ഒരമ്മയൊക്കെ ഉണ്ടായിരുന്നു. ആ നിൽക്കുന്ന 2 കൊച്ചുങ്ങളെ വിചാരിച്ചു ഞാൻ ശരിക്കും എന്തോ ഒരു വലിയ യൂട്യൂബറാണ്, ഇവരെൻ്റെ അടുത്ത് സെൽഫി എടുക്കാൻ വന്നതാണെന്നൊക്കെ വിചാരിച്ചിട്ട് ആ കൊച്ച് നേരെ പോയി ആ കൊച്ചിൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ ഇതാരോ ആണ്, യൂട്യൂബിൽ ആരോ ആണെന്നൊക്കെ പറഞ്ഞു. നമുക്ക് ആ സമയത്ത് ചിരി വന്നിട്ട് പാടില്ലായിരുന്നു. ആ കൊച്ച് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആക്ടിങ് കണ്ടിട്ട് വിശ്വസിച്ച് പോയി എന്നാണ് എൻ്റെ അനിയത്തി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞു ചെക്കൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പം ആ ഫ്രണ്ടിൽ നടന്നു പോകുന്നതാണ് ആ കൊച്ച്. വേറൊരു കൊച്ചും കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഡ്രസ്സ് എന്തായാലും കുറച്ച് പറക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മൾ ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. കൂട്ടത്തിൽ ഞാനും 1-2 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, ചുമ്മാ ഇട്ട് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. നമ്മൾ പിന്നെ ഡ്രസ്സൊന്നും എടുത്തില്ലെങ്കിലും അത് ട്രയൽ ചെയ്ത് നോക്കി 1-2 ഫോട്ടോ എടുക്കുന്ന സ്വഭാവം എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് ഞങ്ങളും എടുക്കണമെന്നൊന്നും ഇല്ലല്ലോ, ട്രയൽ ചെയ്ത് നോക്കുന്നതിന് പ്രത്യേകിച്ച് കാശും കൊടുക്കണ്ട. അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതിലൊരു ഡ്രസ്സാണ് ഈ ഡ്രസ്സ്. എങ്ങനെയുണ്ടെന്ന് പറയണേ, എനിക്ക് ചേരുന്നുണ്ടോ എന്ന് പറയണേ. ചേരുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ നാളെ പോയി ഡ്രസ്സ് എടുക്കും. എവിടെ മിറർ കണ്ടാലും ഒരു മിറർ സെൽഫിയോ മിറർ വീഡിയോ മസ്റ്റാണ്. നിങ്ങളൊക്കെ എൻ്റെ മോസ്റ്റ്ലി വീഡിയോസ് നോക്കിയാൽ കാണാം, എല്ലാം മിറർ വീഡിയോസ് ആയിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ അവിടുത്തെ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഉണ്ടായത്. കുഴപ്പമില്ല, നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു, അവൾക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളത് വാങ്ങിച്ച് കവറിലൊക്കെ ഇട്ട് നമ്മളെ വെസ്റ്റ് സൈഡിൽ നിന്ന് ഇറങ്ങുവാണേ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവളെ ഓട്ടോയിൽ ഹോസ്റ്റലിലേക്ക് കയറ്റി വിടുകയാണ് ഉണ്ടായത്. പിന്നെ ഇതൊക്കെയാണ് വാങ്ങിച്ച ഗിഫ്റ്റ്. നൈക്കയുടെ ഒരു പെർഫ്യൂമ്, പിന്നെ കെ ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്ക്, ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ അത്. പിന്നെ ഒരു ക്ലച്ച്, ഒരു പൗച്ച്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം നൈക്കയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു നെയിൽ പോളിഷ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ നിറയെ ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുത്തോട്ടെ എന്ന് വെച്ചിട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചത്. പിന്നെ ഇതാണ് നമ്മൾ വാങ്ങിച്ച ഡയമണ്ട് ഇയറിങ്സ്, നല്ലൊരു ട്രയാങ്കിൾ ഷേപ്പുള്ള ഇയറിങ്സ് ആണ്. ഹിയർ കംസ് അവർ ഡേ, 29th October 2025, എൻ്റെയും എൻ്റെ അനിയത്തിയുടെയും ബർത്ത്ഡേ. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഹാപ്പൻസ്, ലൈക്ക് സെയിം ഡേ സെയിം മന്ത്, എങ്ങനെ ഞങ്ങൾക്ക് വന്നു എന്നറിയില്ല. മേ ബി അച്ഛൻ്റെ അമ്മയുടെ കഴിവായിരിക്കാം. ഓക്കെ, സോ ഇതാണ് ഞാൻ അവൾക്ക് സർപ്രൈസ് സെറ്റ് ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റ്. ഞാൻ അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ സർപ്രൈസ് ആയിട്ട് അവൾ അറിയാതെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെയും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കഫേയിലാണ് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു ചെറിയൊരു റൂമൊക്കെ എടുത്ത്, ലൈക്ക് റെൻറ്റ് റൂമൊക്കെ എടുത്ത് ഡെക്കറേറ്റൊക്കെ ചെയ്ത്, ഒരു കുട്ടി ഡെക്കറേഷനൊക്കെ ചെയ്ത് ഒരു ചെറിയ സ്പേസ് നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റിൽ. കൊള്ളായിരുന്നു, ഒരു കുഞ്ഞ് റെസ്റ്റോറൻ്റാണ്, പക്ഷെ നല്ലൊരു എസ്തറ്റിക് വൈബുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഡെക്കറേഷനൊക്കെ ഇവർ തന്നെയാണ് കേട്ടോ നമുക്ക് വേണ്ടി ചെയ്തു തന്നത്. പിന്നെ നമ്മൾ വാങ്ങിച്ച ഗിഫ്റ്റെല്ലാം നമ്മളിവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവൾക്ക് വേണ്ടി ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ബർത്ത്ഡേയുടെ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് തന്നെ ഞാൻ അവൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ കേക്ക്. ഈ കേക്കിൻ്റെ കാര്യം എടുത്ത് തന്നെ പറയണം, കാരണം ഞാനൊരു 1.5 ദിവസം മുൻപാണ് ഓർഡർ കൊടുത്തത്. പക്ഷേ എനിക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് ചെയ്തു തന്നു. താങ്ക് യു സോ മച്ച് ദ ഫാമിലി ബേക്കേഴ്സ്. ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്യൂട്ടിഫുൾ കേക്ക്, ആൻഡ് അതുമാത്രമല്ല അതിന് ടേസ്റ്റ് വാസ് അമേസിങ്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. വന്നവർ ടേസ്റ്റ് ചെയ്തവരൊക്കെ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ടെന്ന്. ഞാനൊരു തീം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്കിന്, സിസ്റ്റേഴ്സ് എന്നുള്ളൊരു തീമിലാണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ദച്ചു ബി എന്നാണ് എഴുതിയിട്ടുള്ളത്. ദച്ചു ബി എന്നാണ് ഞാൻ വിളിക്കുന്നത് അവളെ. അതിൽ ലൈക്ക് ആ ബി എന്നുള്ള ആ ബി ഒക്കെ അതിൻ്റെ മുകളിൽ ടോപ്പറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അടിപൊളിയായിരുന്നു ഡെക്കറേഷനും കേക്കും എല്ലാം. എനിക്ക് നമ്മൾ കൊടുത്ത ബഡ്ജറ്റിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് എല്ലാം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു.
ഇപ്പം ഞാൻ ഫ്ലവേഴ്സൊക്കെ പിടിച്ച് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവൾക്ക് അറിയില്ല നമ്മളിവിടെ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. സർപ്രൈസാണ്. അവൾ ഫ്രണ്ടിനോട് അവളെ കൂട്ടിയിട്ട് വരാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്ങനെ എന്തായാലും അവൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ പുറത്തൊരു പ്ലേസ് എടുത്തിട്ട് ഇങ്ങനെ ഒരു സെലിബ്രേറ്റ് ചെയ്യുന്നു. നമ്മളെ ലൈഫിൽ ഇതുവരെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല പുറത്തൊരു പ്ലേസിൽ പോയിട്ട്. അവൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. അവളുടെ ഹാപ്പിനെസ് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം നമ്മളെപ്പോഴും നമ്മളെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ലൈക്ക് വീട്ടിലൊരു കേക്ക് വാങ്ങിക്കും, കട്ട് ചെയ്യും, അത്ര മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഇത് ഒരു തുടക്കമാവട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അത്രയും അവൾക്ക് സന്തോഷമായിട്ടുണ്ട്. അവൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ അവളുടെ ഫ്രണ്ട്സിനെ ഞാൻ കണക്ട് ചെയ്യുമെന്നും എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുമെന്നും ഇങ്ങനെ പുറത്തൊരു സ്ഥലത്ത് വെച്ച് ഒരു കേക്ക് കട്ടിങ് ഒരു ചെറിയ പാർട്ടി പോലെ നടത്തുമെന്നും ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇവളുടെ കോളേജിൽ പഠിക്കുന്ന ഫ്രണ്ട്സാണ് കേട്ടോ. ഇവളുടെ കുറേ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇതൊക്കെ. ഇവരൊക്കെ ഞാൻ വിളിച്ച് കണക്ട് ചെയ്തപ്പോൾ തന്നെ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ വരാം ചേച്ചി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ മേക്കിംഗ് ഹെർ ഡേയ്സ് മോർ സ്പെഷ്യൽ. നിങ്ങളും കൂടി ഉള്ള കാരണമാണ് ഇത്ര അടിപൊളിയായിട്ട് എനിക്കെല്ലാം ചെയ്യാൻ പറ്റിയത്. ഫ്രണ്ട്സിനൊക്കെ വിളിക്കുന്ന ഇവളോട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ കണ്ടപ്പോൾ കൂടുതലും എക്സൈറ്റഡ് ആയി, കൂടുതൽ സർപ്രൈസ്ഡ് ആയി. സോ ഞാനും നല്ലപോലെ ഹാപ്പിയായി. ഓൾസോ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് ഗൈസ്. ഞാൻ ഇവരെയും വിളിച്ചപ്പോൾ ഇവരും എൻ്റെ അടുത്ത് കൂടുതലൊന്നും ആലോചിക്കാതെ ഓക്കെ ഡി വരാം, സെറ്റാക്കാം, നൈസാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഓടി വന്നു. അവർക്കും താങ്ക് യു സോ മച്ച്. അവളുടെ ആഗ്രഹം പോലെ തന്നെ അവൾക്ക് ഡയമണ്ട് ഇയറിങ്സ് കിട്ടിയപ്പോൾ അവളുടെ എക്സ്പ്രഷൻ വാസ് ലൈക്ക് ഔട്ട് ഓഫ് ദ വേൾഡ് ആയിരുന്നു. ഞാൻ ശരിക്കും ആ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ശരിക്കും ഓഡിയോ ആയിട്ട് തന്നെ ഇടണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നോർമലായിട്ട് വോയിസ് ഓവർ കൊടുക്കാതെ. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ ഫുൾ മ്യൂസിക് ആയിരുന്നു. അപ്പോൾ സോ മ്യൂസിക് വെച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും കോപ്പിറൈറ്റ് കിട്ടും. സോ അത് വേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ലൈക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫീൽ കിട്ടത്തില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കോപ്പിറൈറ്റ് ആണല്ലോ മുഖ്യം. അവൾ മൊത്തം എക്സൈറ്റഡ് ആയിട്ട് എല്ലാ ഗിഫ്റ്റ്സും ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു.
പിന്നെ കെ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് അവൾ ഇന്നലെ കൂടെ കാർട്ടിൽ എടുത്തിട്ടതാന്നൊക്കെ പറയുമായിരുന്നേ. പിന്നെ എല്ലാവരുടെ അടുത്തും ലൈക്ക് നന്ദിയുണ്ട് ഗൈസ്, നന്ദിയുണ്ട് എന്നൊക്കെ പറയുമായിരുന്നേ. ഞാൻ ആക്ച്വലി ബാക്ക്ഗ്രൗണ്ട് സോങ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പറയാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിലും ഭയങ്കരമായിട്ട് സൗണ്ടായിപ്പോയി. ഇതൊക്കെ അവളുടെ ഫ്രണ്ട്സാണ്. രാവിലെ അവളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് എന്താ ഇഷ്ടം, എന്ത് ഗിഫ്റ്റാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൾ പറഞ്ഞു എനിക്കൊരു ഇൻഡോർ പ്ലാന്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് തന്നെ വാങ്ങിച്ചു കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്സും അവളുടെ ഫ്രണ്ട്സും ഒത്തിരി ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവളിങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ പറയുന്ന ഓരോ അവളുടെ വിഷുകളും വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് അവളുടെ വിഷ് അനുസരിച്ച് തന്നെയാണ് എല്ലാവരും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നത്. ലൈക്ക് അവളിങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടി സർപ്രൈസ്ഡ് ആയിട്ട് ഓരോ ഗിഫ്റ്റ് ഇങ്ങനെ നാഗവല്ലിനെ പോലെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ആൻഡ് അത് കണ്ടപ്പോൾ നമ്മളും കുറേ ഹാപ്പിയായി, കാരണം അവൾ സർപ്രൈസ്ഡ് ആയല്ലോ എന്നുള്ളത്. ഈ കെ ബ്യൂട്ടി ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ് അവൾ വിഷ് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ടായിരുന്ന ലിപ്സ്റ്റിക് ആയിരുന്നു. ഇന്നലെ കൂടെ നോക്കിയുള്ളൂ വാങ്ങിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊരു ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഗസ്റ്റിനെല്ലാം വേണ്ടിയിട്ട്. നമ്മൾ പക്ഷെ വിചാരിച്ചൊരു അപ് ടു ദ ലെവൽ ആയില്ല ഫുഡ്, എന്നാലും ഒരു ഓക്കെ ഓക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ എല്ലാവരും പിരിയാൻ വേണ്ടി ഇരിക്കുവാണ്. സോ വൺസ് അഗെയിൻ ഐ എം താങ്കിങ് യു ഓൾ ഓഫ് യു ടു മേക്കിംഗ് ദിസ് ഡേ സോ സ്പെഷ്യൽ.